എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൃദുല അമ്മൂന് പ്രശ്നമാണേ. പല്ല് രണ്ടെണ്ണം തേക്കണം. ആ സാധനത്ത് ഞെക്കുക, ആ ക്യാമറയുടെ ആ സാധനത്തിന് പൗസിങ് ഉണ്ടല്ലോ, അതിനകത്ത് ഞെക്കുക. എന്നാലും നമ്മള് അവിടെ AC ഇട്ട് കിടന്ന് ഉറങ്ങിയതാ. മൃദുലയ്ക്കും നമ്മൾ അന്ന് സലൂണിൽ പോയപ്പം അവിടെ AC ഇട്ട് തലയിൽ മറ്റേ സാധനം വെച്ച് തണുത്തത് കുറേ നേരം അങ്ങനെ വെച്ചിരുന്ന് അവക്ക് ജലദോഷമായി. ആ ജലദോഷം ഇവിടെ കൊടുത്തു. ഇൻഫ്ലുവൻസ് ഒക്കെ എടുത്ത് എന്തിനാ. അപ്പൊ എന്താ രണ്ടുപേർക്കും വയ്യ. നമ്മൾ ഇന്നലെ ആയിരുന്നു, അച്ഛന്റെ ആണ്ട് ഇന്നലെ ആയിരുന്നു. ബിച്ചോണ്ണൻ ആണ്ട് പ്രമാണിച്ച് എല്ലാരും ഉണ്ടായിരുന്നു. ഇന്നലെ മീനു ചേച്ചി, പിള്ളേര് ഉണ്ടായിരുന്നു. നമ്മളാ കുറച്ച് ലേറ്റ് ആയിട്ട് എത്തിയത്. ബിച്ചോണ്ണൻ മുംബൈയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. മതി ഓടിച്ചത്. സുഖമാണോ? സുഖം. നമ്മൾ പാരഗണിന്ന് ബിരിയാണി വാങ്ങിച്ച് നമ്മൾ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കഴിക്കാൻ പോവാ. ഇവിടെ പാർക്കിംഗ് ഇല്ല, ഫുള്ളാണ്. നമ്മള് പാരഗണിന്റെ ഫ്രണ്ടിലായിട്ടേക്കുന്നത്. സൺഡേ എവനെ എടുത്തോണ ചട്ടമ്പി പോടാ. ചട്ടമ്പി അപ്പൊ നമ്മള് വീട്ടിൽ പോട്ടെ. അണ്ണൻ പാരഗണി നിന്ന ലാസ്റ്റ് എനിക്ക് ബിരിയാണി കഴിച്ചേ 2-3 വർഷമായി ഫ്രഷ് ആയിട്ട്. ഞാൻ തന്നെ ഇട്ടിരിക്കുന്നുണ്ടോ വീട്ടിലെ കോലമാണ്. ബൈ നമ്മളിത് ഇത്രയും തിരക്ക് പിടിച്ച് വന്നതിന്റെ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ നമ്മള് പറഞ്ഞുതരാം ഗൈസ്. അപ്പോ നമ്മള് നേരെ ആണ്ടിന് പോയിട്ട് പിന്നെ നേരെ ഇങ്ങ് വരാൻ വേറൊന്നുമല്ല, നമ്മൾ അടുത്ത ഒരു യാത്ര പോവുകയാണ് ഗൈസ്. അപ്പൊ ലക്ഷദ്വീപ് ട്രിപ്പ് വന്നിട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്തു. കാരണം വീഡിയോ നമ്മള് 1-2 ഇടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്ന് പിന്നെ നമ്മള് മൃഗയുടെ മുടിയൊക്കെ ചെയ്യാൻ പോയി. പിന്നെ ഇതിനിടയ്ക്ക് കുറച്ച് വ്ലോഗ് എടുത്ത് അങ്ങനെ കുറച്ച് വന്നിരുന്നിട്ട് റെസ്റ്റ് ഒന്നും അധികം ഇല്ലായിരുന്നു. ഇങ്ങനെ കറക്കമായിരുന്നു. അപ്പൊ എന്തായാലും ഇതിനിടയ്ക്ക് അമ്പൂട്ടന് വാക്സിനൊക്കെ എടുത്ത് സെറ്റായി. നമുക്കും വാക്സിൻ എടുത്ത്. അതെ. അപ്പം നമ്മൾ അടുത്ത ഒരു ട്രിപ്പ് പോകുന്നത് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് പാസ്പോർട്ടിൽ നമ്മൾ പതിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, ഇന്റർനാഷണൽ. നമ്മള് ഈ വർഷം തുടങ്ങിയപ്പോഴും നമ്മൾ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറൊന്നുമല്ല, നമ്മൾ ഈ വർഷം ഒരുപാട് യാത്രകൾ ചെയ്യുമെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷം ഒരുപാട് യാത്രകൾ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ 2ാമത്തെ യാത്രയാണ്. പക്ഷെ വലിയ യാത്ര. രണ്ടാമത്തെ ലക്ഷദ്വീപ് പോയി, അതും മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങളായിരുന്നു. അപ്പൊ 2ാമത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണമെന്ന്. പാസ്പോർട്ട് എടുത്ത് ഞാൻ 18ാമത്തെ വയസ്സ് എടുത്തതാണ്. എനിക്കിപ്പം 27 വയസ്സായി. ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് കുഞ്ഞിന്റെ കൂടെ അടിച്ചാൽ മതി. സത്യം, ഞാൻ അന്ന് എടുത്തതാണ് പാസ്പോർട്ട്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ 3 പേരുടെയും പാസ്പോർട്ട് പതിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വിളിക്കട്ടെ. അതെ, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ചുമ നിർബന്ധം ചിപ്പിരോട്. അത് ഈ വാക്സിൻ എടുത്തപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു 7 ദിവസം ഒരാഴ്ച എന്തായാലും നിർബന്ധം കാണുമെന്ന്. അതേ പിച്ചെണ്ണം ബാക്കിലുണ്ട്. അപ്പൊ നമ്മള് നൈറ്റ് ഇറങ്ങിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കുറച്ച് കുട്ടി സാധനങ്ങൾ. നമ്മൾ ആൾറെഡി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി കഴിഞ്ഞ വട്ടം എല്ലാവർക്കും പരാതിയായിരുന്നു. പിച്ചോണ്ട് സഹിതം പരാതി പറഞ്ഞു. ഇല്ല ഡ്രസ് കുറച്ച് ബെറ്റർ ആയിരുന്നു. എന്റെ കംഫോർട്ട് ഞാൻ നോക്കി, പിന്നെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള കംഫോർട്ടോടെ നോക്കിയിട്ട് ഇട്ട ഡ്രസ്സ് തന്നെ ഇടേണ്ടി വന്നു. ലോഗ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇന്നത്തെ ലോഗ് വരുമ്പോ ആൾക്കാർ മൊത്തം എന്റെ ഡ്രസ്സിനെ കുറ്റം പറയുന്നത്. ഓൺലൈനിൽ നിന്ന് കുറച്ച് അടിപൊളി സാധനങ്ങൾ, അടിപൊളി ആ തോന്നുന്നു, കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗേ ഉള്ളൂ. പാക്ക് ചെയ്യണം, അതാണ് മെയിൻ. അതെ, പാക്ക് ചെയ്യണം കുറച്ച് സാധനങ്ങൾ. മെയിൻ ആയിട്ട് നമ്മൾ പോകുന്ന വേറെ ഒന്നുമല്ല, കറൻസി നമുക്ക് മാറാനുണ്ട്. അപ്പൊ അത് എയർപോർട്ടിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ഭയങ്കര റേറ്റ് ആവും. സോ നമുക്ക് മാളിൽ നിന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം, എന്നിട്ട് പാക്ക് ചെയ്യാം. നാളെ നമ്മൾ പകൽ ഒരു ദിവസം കൂടി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ അല്ല, നമ്മൾ നാളെ രാത്രിയാ പോകുന്നത്. നമ്മൾ ആദ്യമായി വേറൊരു രാജ്യത്ത് പോവുകയാണ്. എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ വ്ലോഗിൽ പറയാ എന്താണ് വെള്ളത്തിന് അടിയിൽ പോയപ്പോ എക്സൈറ്റ്മെന്റ് അല്ല, എന്തോ ഒരു ആകാംക്ഷ. ഉദ്ദേശിച്ചതേ സ്നോർക്ലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കടലിലടി കണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് അല്ലാതെ അതിലോട്ട് ഇറങ്ങാനുള്ള ആ ഒരു ത്വരയാണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോഴും മനസ്സിലായി, ഇപ്പോഴും എന്തോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് മനസ്സിലായില്ല. എടാ കടലിലടി കാണാനൊരു എക്സൈറ്റ്മെന്റ് ഇല്ല, കാരണം അറിയാം. പക്ഷെ അതിൽ ഇറങ്ങി ചെയ്യാൻ ഒരു എക്സൈറ്റ്മെന്റ്. നമ്മള് ലുലുവിന്റെ കറൻസി എക്സ്ചേഞ്ചിൽ വന്നിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാറുവാണെങ്കിൽ നല്ല റേറ്റ് ആവും. അപ്പൊ നമ്മൾ പാസ്പോർട്ട് കൊടുക്കണം കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ, പിന്നെ നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം, പിന്നെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം.
എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ. ഇത്രയും 3 സാധനങ്ങൾ കാണിക്കുമ്പോഴേ നമുക്ക് കറൻസി കിട്ടത്തുള്ളൂ. യെസ്, അപ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ, ഇന്ന് ഒടുക്കം തിരക്ക്. എന്താണാവോ ഇത്ര തിരക്ക്? ഓഫറൊന്നും റണ്ണിങ് അല്ലല്ലോ. പാർക്കിങ്ങിന് പോലും സ്ഥലമില്ലായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയത്. എന്റെ ഹോട്ടലിൽ പൊറോട്ട അടിക്കുമ്പോൾ നാളെ പോലെ ചേട്ടന് ചോദിച്ചത് ഈ വീഡിയോയെ കുറിച്ച് എന്ത് പറയാത്തത്. മൃദുലേ, ഇവിടെ എന്താ പറയുക ഇത്ര തിരക്ക്? ഇവിടെ എന്താ ഇത്ര തിരക്ക്? പുറത്ത് ഹോട്ടലിലൊന്നും ഫുഡില്ല, എല്ലാം ക്ലോസ്ഡ് ആക്കില്ല. ഗ്യാസിന്റെ പ്രശ്നം വേണ്ട, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ പോയി കഴിഞ്ഞാൽ എന്തിനു ചെയ്യും ഗൈസ്? അണ്ണൻ ഇതിനെ പറ്റി സംസാരിക്കില്ലേ? നമ്മൾ സ്വന്തമായിട്ട് ഈ വാതക ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് വരാട് പറ്റുമല്ലേ ഫ്ലാറ്റി? ഈ ഗ്യാസ് ലൈനൊക്കെ ഗ്യാസിൽ നിന്നല്ലേ വരുന്നത്. ഇപ്പൊ ബാംഗ്ലൂർ തന്നെ കുറെ ഹോട്ടലുകൾ അടച്ചില്ല. ചേട്ടൻ എന്നിട്ട് അങ്ങനെ ചെയ്യണ്ട, വെള്ളം തന്നാ പോയി. വെള്ളം ഗ്ലാസിന്റെ അതൊരു കളിയായി. ഇനി ചേട്ടൻ വിടുന്നില്ല വൈകിട്ട് രാത്രി. കറൻസി ഒക്കെ നമുക്ക് നാളെ എക്സ്ചേഞ്ച് ചെയ്യാം. ഞാൻ ഡൗട്ട് വെക്കട്ടെ, ഇവരുടെ കയ്യിൽ എല്ലാ കറൻസിയും കാണോ? ഇതിലൊരു രാജ്യത്ത് നമ്മള് പോന്നേ. ഇതിലുണ്ട് ഗൈസ്, ഇതിലുണ്ട് ആ രാജ്യം. നമ്മൾ എവിടെ ആയിരിക്കും പോകുന്നത്? എവിടെ ആയിരിക്കും അല്ലേ വെറുതെ? എന്തുപടി ഒരു കാര്യം കേട്ട് ഞാൻ ചിരിച്ചു കേട്ടാണ്. ഞാൻ പിന്നെ പറയാം. ഒരു കാര്യം കണ്ട് ചിരിച്ചേട്ടാ, അത് പിന്നെ പറയാം. പിന്നത്തെ വേറൊരു വീഡിയോ പറയാം. ഇന്റർനാഷണൽ ട്രിപ്പ് പോണേ ഫ്ലൈറ്റ് കേടാൻ പോണേ. നമ്മൾ അടിയട്ടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോണേ. ഞങ്ങൾക്ക് ഇന്റർനാഷണൽ, ഞങ്ങൾക്ക് നാഷണൽ ഇതൊന്നും ഓർമ്മ കാണത്തില്ലേ വലുതാകുമ്പോ? ഓർമ്മ കാണത്തില്ല. നീ എങ്ങനെ ഓർക്കും? മലേഷ്യ 5 വയസ്സാണെങ്കിൽ ഓർമ്മ വരും. നമ്മൾ ഒരുപാട് നോട്ട് കൊടുത്തപ്പോ ഒരു ചെറിയ നോട്ട് അവർ തന്നേ. നമ്മള് ഏതാണ്ട് 30,000 രൂപയുടെ കറൻസി മാറിയുള്ളൂ അല്ലേ? 30,000 രൂപയുടെ കറൻസി മാറി ഇത്രയും കൊടുത്തപ്പോ നമുക്ക് ഇത്ര കിട്ടി. അവിടെ ചെന്ന് സാധനങ്ങളുടെ വില കേൾക്കുമ്പോ അറിയാം. അതെ, എനിക്കൊരു ക്രോക്സ് നോക്കണം കഴിച്ചു. ഞാൻ ആദ്യമായിട്ടൊരു ബ്രാൻഡഡ് ക്രോക്സ് നോക്കാൻ പോവാ. ഇതൊന്നും മാറും. ഇത് ബ്രാൻഡഡ് ആണല്ലോ, വാൾക്കറുണ്ട്. ഇതിലും ബ്രാൻഡഡ് അത്. ക്രോക്സിൽ എത്തിയിരിക്കുകയാണ്. ആദ്യമായിട്ട് വില ഇറങ്ങാം. വില ഒരു 1000 താഴേക്ക് കിട്ടുമായിരിക്കും. എല്ലാ പ്രാവശ്യവും കയറി വില തിരക്കും. ഓഫർ 50% ഓഫ്. അത് ഫ്ലാറ്റാ. ഫ്ലാറ്റിന് എന്താ കുഴപ്പം? ഫ്ലാറ്റ് 50 നല്ലല്ലേ? ഫ്ലാറ്റ് ആവുമ്പോൾ 50 കുറയ്ക്കാം. അപ് ടു ആണെങ്കിൽ 50 കുറയ്ക്കത്തില്ല. അതെ, ഫ്ലാറ്റ് ആണ്. ഇതൊക്കെ പുതിയ എഡിഷൻ. ഇതൊന്നും വേണ്ട നമുക്ക്. സൈസ് ഉള്ളത് താങ്കൾക്ക് വേണമെങ്കിൽ നോക്കാം. സീരീസ് താങ്കൾക്ക് ഇതുണ്ട്. ഇതൊരു ക്രോക്സ് കണക്കാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് ഒരു അത്ര ലുക്കില്ല, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. ഇല്ലാത്ത ടൈപ്പ് വാങ്ങിക്കണേ. ഞാൻ ആൾക്കാർ കമന്റ്സ് ഇട്ടേക്കുന്നുണ്ട്, കൊച്ചു പിള്ളേർക്ക് ക്രോക്സ് ഇട്ടൂടാന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് നമ്മുടെ എൻസൈക്ലോപീഡിയ. നിങ്ങൾ പറഞ്ഞു തരുന്ന നമ്മളതിനെ ഇടൂല. ആ വിവരവും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. കണ്ടതല്ലേ? കമന്റ്സ് ഇടുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ഉപയോഗം ഉണ്ടാവുന്നുണ്ട് അല്ലേ? കാരണം നമ്മൾ എന്ത് പൊട്ടത്തരം കാണിച്ചാലും നിങ്ങൾ കമന്റ്സ് ഇട്ട് തിരുത്തണം. നമുക്ക് സന്തോഷമുള്ളൂ അതില്. ഇത്രയേ ഉള്ളൂ ഓഫ് ഉള്ളത്. ഇത് മെനയുള്ളതൊന്നും ഇല്ല. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊള്ളാം. അത് നോർമൽ ചെപ്പലല്ലേ ക്രോക്സ്? അല്ല, ഇത് നല്ല ഒരു ഡിസൈനാണ്. ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇങ്ങനത്തത്. ബാത്റൂം ചെപ്പലുകളുണ്ട് കണ്ടിട്ട്. ഒരുമാതിരി ബാത്റൂം ചെപ്പലുകളുണ്ട്. ആക്ച്വലി ഇത് എത്ര രൂപയാണ് ഇതിന്റെ വില? ഞാൻ പറയട്ടെ, ചുമ്മാതാ, വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. വില തിരക്ക് ഇറങ്ങും. ബ്രോ എക്സ്ക്യൂസ് മീ, എത്ര വരുന്ന റേറ്റ്? 1000 ഓഫർ കഴിഞ്ഞു. ഓഫർ 3000. ഇത് കൊള്ളത്തില്ലേ? ഇത് എത്ര റേറ്റ് വരുന്നത്? 7000 രൂപ ഗൈസ് ഈ സാധനത്തിന്. 7000 രൂപയുടെ ഒന്നും വേണ്ട. എന്റെ മുന്നേ ഒരു വിലയാണോ? ഓഫറിൽ സത്യം പറഞ്ഞാൽ ഓഫറിൽ ഇട്ടേക്കുന്നത് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടത് കറക്റ്റ് ആയിട്ട് സൈസിനില്ല. ഇതൊക്കെ എല്ലാവരും ഇടുന്നതാ. ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ആ മോഡൽ ഏകദേശം ഇട്ടേക്കുന്ന പോലെ. ഇത് വാങ്ങിയിട്ട് ആഡ് ഓൺസ് വെച്ച് നോക്കാല്ലേ? കൊള്ളൂല. നമ്മൾ വെക്കുമ്പോ
കുറെ ഉണ്ട് കേട്ടോ ഐറ്റം. അവഞ്ചറൊക്കെ ഉണ്ട്. ആ അത് കൊള്ളാം അല്ലേ. അത് പിന്നെ കുഴപ്പമില്ല. കിട്ടുമോ ഉറപ്പിച്ചോ? ഇതെടുക്കാം. ഇത് നമ്മൾ ഓഫർ ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ എനിക്ക് അതൊക്കെ ഇച്ചിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി അവിടെ കിടക്കുന്നത്. ഇതാകുമ്പോ നമുക്ക് ആഡ് ഓൺസ് ഒക്കെ ചെയ്യാം. ഇത് മതി. ഓക്കെ കൺഫേം അല്ലേ? ആഡ് ഓൺസ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് അവര് കട പാതി അടച്ചു. ഞാൻ അങ്ങനെ കട അടച്ച് ഞാൻ വാങ്ങിച്ചു. ഒരെണ്ണത്തിൽ സ്റ്റാർ വാറും ഒരെണ്ണത്തിൽ അവഞ്ചേഴ്സിന്റെ. അത് മതി ഗൈസ്. നമുക്ക് 7000 ഒന്നും ക്രോക്സ് വേണ്ട. സത്യം പറഞ്ഞാൽ അവിടെ കിടക്കുന്നതിനെക്കാട്ടി നല്ല മോഡലുകൾ എവിടെ ഇട്ടേക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും അവിടെ ഇല്ല. ചുമ്മാ കുറെ മിനുക്ക് സാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് അത് കളക്ഷൻസ് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മള് ചാത്തൻ സാധനങ്ങൾ ചില നല്ല രസമാണ്. അത്രയും അങ്ങോട്ട് പോരെ. എവിടെ നമ്മള് സ്ഥിരം ഊട്ടുപുരന്ന് മൃദുലയ്ക്ക് ഭൂരി ഭട്ടൂര. ചോള ഭട്ടൂര എന്നാണോ? കടലക്കറിയായിരുന്നു കൂടെ. ഓ നോർത്ത് ഇന്ത്യൻ. പിന്നെ മസാല ദോശ. എനിക്ക് നമുക്ക് സൗത്ത് ഇന്ത്യൻ, നിനക്ക് നോർത്ത് ഇന്ത്യൻ. നിനക്ക് മിക്സഡ്. നിനക്ക് ഇഷ്ടപ്പെട്ട ക്രോക്സ് ഇഷ്ടപ്പെട്ടോ? ഞാൻ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ടു. ഞാനത് ആഡ് ഓൺ ചെയ്തണ്ണ കുറച്ച് മറ്റേ സാധനം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത്. അപ്പം കുഴപ്പമില്ല. കൊള്ളത്തില്ലേ? അല്ല അത് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിച്ച്. അമ്പൂരത്തെ നമ്മൾ അവിടെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേലുമുക്ക് നിവാസികൾ അണിയിച്ചൊരുക്കുന്ന ദൃശ്യവിസ്മയമായ ഗരുഡൻ ഫ്ലോട്ടാണ് നിങ്ങളെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പാക്കിംഗ് പാതി വഴിക്ക് നിൽക്കുകയാണ്. സോ നമ്മളെ വണ്ടി ഒന്ന് അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മൾ 5000 കിലോമീറ്റർ അലൈൻമെന്റ് ചെയ്തേ ഉള്ളായിരുന്നു. പിന്നെ 5000 അറിയാമല്ലോ, EV മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഇല്ലാതെ ടയർ മൊത്തം വെട്ടിത്തയും. അപ്പോൾ നമുക്ക് ടയർ സ്വിച്ച് ചെയ്തിടണം, പിന്നെ അലൈൻമെന്റും ചെയ്യണം. ഇത് തലയിൽ ഇയാൾക്ക് ഇത് മുടിയൊക്കെ ചെയ്തിട്ട് മതിയായില്ല. ഇത് വയ്യ മനുഷ്യര്. ഇത് തല കഴുകണേ 48 മണിക്കൂർ കഴിയുമ്പോൾ കഴിയണ്ടേ? 3 ദിവസം ആവുന്നുണ്ട്. ഇത് വാഷൂടെ 3 ദിവസം കുളിച്ചിട്ടില്ല. ഇന്നലെ എന്നിട്ട് എൻ്റെ പറയുന്നില്ല ഞാൻ നമുക്ക് പോണം ഗൈസ്. 2 മണിയായി കേട്ടോ. വീട്ടിൽ ചെന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കണം, പക്ഷെ ഫുഡ് കഴിക്കണം. വീട്ടിൽ പോകുന്നില്ലല്ലോ നേരെ. ഡ്രസ്സ് എടുത്തിട്ട് പോണം. മോന്തോ അങ്ങറ്റ ഇങ്ങോട്ട് നടക്കുക. അയ്യോ ഇരുട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. കുറച്ചേരം എൻ്റെ കൂടെ വന്നിരുന്നിട്ടേ നേരത്തെ ഇന്ന് ആരെങ്കിലും തൊടുന്ന അവന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഇപ്പൊ അവന് ശീലമായി, പ്രശ്നമില്ല. ആ പെണ്ണിട്ട് എന്തൊക്കെയോ പറയുന്നു. ഇത് 2 മിനിറ്റ് വെച്ച് വാഷ് ചെയ്ത് ഉണക്കിയാൽ മതി, കഴിഞ്ഞു. നമ്മള് ട്രിപ്പിന് പോകുന്നതിന് മുമ്പ് വിച്ചോണ്ടനെ നല്ല മന്തി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ മന്തി ഫുൾ ലെഗ് പീസാണ് ഞാൻ പറഞ്ഞത്. ഒരു ചെസ്റ്റ് പീസ് തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം എനിക്ക് അൽഫാം മതി കേട്ടോ. No, you take it. Okay, thank you. ഇനി എന്ത് പരിപാടി? എനിക്ക് ഡ്രസ്സും കൂടി എടുത്താൽ മതി. ബാക്കി എല്ലാം ഏട്ടനെ പാക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ റെഡി ആവണം, നേരത്തെ കുളിച്ചൊരുങ്ങിയൊക്കെ ഇരിക്കാം. ഊബർ വിളിക്കണ്ടേ? വെയിറ്റ് ഇത്രയുണ്ട്. വെയിറ്റ് ഇനി ഹലോ വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഉണ്ട്. എത്ര കിലോ കാണും? 1.5 കിലോ ആണല്ലേ? 1.5 കിലോ ആണ്. നല്ല കൈയെഴുപ്പില്ലേ? എനിക്കിപ്പോ ഇല്ല. ഓ മസിൽ മാൻ. എന്തായാലും കുറച്ചു നേരം പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഇതായിരിക്കും. റെക്കോർഡാ ആണോ? ഹായ് ഗൈസ്. ഹായ്. ഇന്നൊക്കെ എത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ. ഇന്ന് കൂടുതലൊന്നും പറയില്ല ഗൈസ്. എന്തടി മൃദുലേ, എന്തോ ആയി പാക്കിങ്? ബിച്ചോണോടെ തേക്കോ ഡ്രസ്സ് തേക്കോ? ഇത് നമ്മുടെ ഡ്രസ്സല്ല, ബിച്ചോണ്ടിന്റെ ഡ്രസ്സ് തന്നെ കേട്ടോ തേക്കുന്നത്. ആൾക്കാർ ചോദിക്കും ഓ ട്രിപ്പ് പോകുന്നോണ്ട് ഇനി നമ്മുടെ ഡ്രസ്സ് ബിച്ചോണ്ട്. ഇത് പാന്റെ ഷർട്ടാണോ? ഷർട്ട് ലിനൻ. പാക്ക് ചെയ്ത് വന്നപ്പം മൃദുലയ്ക്ക് ഒരുപാട് ഡ്രസ്സ്. എനിക്ക് ഡ്രസ്സില്ല ഗൈസ്. അത് ഓൺലൈനിൽ നിന്ന് വാങ്ങണമായിരുന്നു. എനിക്ക് ഓൺലൈൻ ഡ്രസ്സ് പറ്റൂല, പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമായിരുന്നു. ഇതൊക്കെ നമ്മളെ ചലഞ്ചിന് വാങ്ങിച്ചിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ആദ്യം പാക്ക് ചെയ്യും. ഇപ്പൊ എത്ര പെട്ടി എടുക്കുന്നുണ്ട്? 2 പെട്ടി. അന്നത്തെ പോലെ ഏട്ടന് മാത്രം 1 പെട്ടി, എനിക്ക് അമ്പൂട്ടിന് 1 പെട്ടി. ആണോ? പക്ഷെ ഈ വട്ടം നിനക്കാ കൂടുതൽ സാധനം ഉള്ളത്. ഇല്ല, ഞാൻ ഷോർട്ട് ആകും. അപ്പൊ കേറ്റി സാധനം കേറ്റിക്കോ. டேய் தம்பி என்னடா பண்ற? நிக்கரும் இல்ல உடுப்பும் இல்ல.
എന്തുവാ ചെയ്യുന്നേ? എന്തുവാ ചെയ്യുന്നത് ഇവിടെ കുരുത്തക്കേട്? എടാ നിന്റെ വലിയ കളിയിലായി. എന്തുവായാലും അമ്പു ആക്റ്റീവ് ആയ മൃദ, നിനക്ക് പരാതിയായിരുന്നേ. 2-3 ദിവസം എന്തുവായിരുന്നു അവന്റെ വീട്ടിൽ വരണം. അവൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചോണ്ട് കുറെ ആൾക്കാരുമായിട്ടൊന്നും അവന് പറ്റത്തില്ല. അവൻ കുറച്ച് ഇൻട്രോവേർട്ടാ തോന്നുന്നു കേട്ടോ. അവന് ഇങ്ങനെ സ്വസ്ഥമായി പീസായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇരിക്കണം. അവനും ഹോം സിക്ക്ഡാണ് എന്ന് തോന്നുന്നു എനിക്ക്. എല്ലാം വീട്ടിൽ നിന്ന് പോകേ. നമ്മൾ വേണമെങ്കിൽ അവിടെ പിന്നെ നമ്മൾ എറണാകുളത്തൊക്കെ പോയി ആ സലൂണിൽ കുറേ പേര് തിരക്ക്. അവൻ വിചാരിച്ച് ഹോസ്പിറ്റലിൽ വല്ലതും ആണോ അവനെ കൊണ്ടുവരാൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന വല്ലതും ആണോ എന്ന് വിചാരിച്ചാണ് പേടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടെ നോമ്പ് കുറിക്കാൻ പോയപ്പോഴും അവിടെ കുറെ ആൾക്കാർ, പിന്നെ നേരെ തെമ്പനെ പോയപ്പോഴും അവിടെ ആൾക്കാരും തിരക്കും ബഹളവും. അവനൊന്നും പറ്റിയ ആൾക്കാരെ കണ്ട് പിന്നെ ലാസ്റ്റ് പേടിയായെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരുടെയും ഒന്നും പോകത്തില്ല. ഇത് നമ്മള് സത്യം പറഞ്ഞ അന്ന് ഓരോ ചലഞ്ചിന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഭയങ്കര ഉപയോഗപ്പെടുന്നുണ്ട് കേട്ടോ. നിനക്ക് മേക്കപ്പ് സാധനങ്ങള്. അയ്യോ നിങ്ങൾ നിങ്ങളിങ്ങനെ കളിയാക്കല്ലേ ഇവിടെ ഡ്രസ്സ് കൊള്ളത്തില്ലെന്ന്. കാരണം എവളിങ്ങനെ വാങ്ങിച്ച് കൂട്ട് നിങ്ങളെ അവസ്ഥ, എന്റെ അവസ്ഥകൾ ആലോചിക്കണം. നിങ്ങൾ കളിയാക്കരുത് ഇങ്ങനെ മൃദുലയുടെ ഡ്രസ് കോസ്റ്റ്യൂം കൊള്ളത്തില്ല. നമ്മളൊരു പ്രചോദനമായി എടുത്തു കളയും. കമന്റ് ഇട്ടത് കൊണ്ടാ ഞാൻ ഒട്ടും കുറച്ചില്ല. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടേ ഒരു ഡ്രസ് മാത്രം പിറ്റേ ദിവസം പുതിയ ഡ്രസ് ഇടാൻ ഒരു മടിയായില്ലേ? പിന്നത്തേക്ക് ഭയങ്കര മടിയാ. എത്ര എണ്ണിട്ട് പോയാ അങ്ങനെ എല്ലാം കാണിക്കത്തില്ല. പോ അങ്ങോട്ട്. ശരി എന്ന് എത്ര എണ്ണിയും കാണിക്കും. എത്ര ജോഡി ഉണ്ടോ? ഞാൻ പറയാം 6 ജോഡിയോ ഗൈസ്? എടാ എന്റെതൊക്കെ പഴഞ്ചനാടാ എല്ലാം. പുതിയ സാധനോ ഇടാത്ത സാധനോ? പഴഞ്ചൻ എന്തിനാ നീ കടയിൽ പോയി വാങ്ങിക്കുന്ന പഴഞ്ച സാധനം? ശരി ആറൊന്നും അല്ലത് കേട്ടോ. ഇങ്ങോട്ട് ക്യാമറ കൊണ്ടുപോയാ അറിയാം. അല്ലല്ലേ ഞാൻ എന്തായാലും ഈ ബ്ലോഗിൽ ഡ്രസ് എല്ലാം കാണിക്ക. അമ്പു അവന്റെ ഒരു വാട്ടർ ബോട്ടില്. അമ്പു അതാ സത്യം. അതിനായി എനിക്ക് വേറൊരു അബദ്ധം പറ്റിയത്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു കണ്ടന്റ് ഇട്ടില്ലായിരുന്നു. മറ്റേ പോയിട്ട് വന്നപ്പോൾ മൊത്തം വൈറ്റ് എടുത്തോണ്ട് വന്നത്. ആക്ച്വലി അത് കണ്ടന്റ് അല്ലായിരുന്നു കേട്ടോ, അത് ഒറിജിനലായിരുന്നു. ഞാനൊരു കടയിൽ കയറി ഡ്രസ്സ് വാങ്ങിച്ചേ. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. എനിക്കാണ് ഒന്നത് വെള്ളയും ബ്ലാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങ് എടുത്തു കൂട്ടിയേ. ഞാൻ ആലോചിച്ചില്ല. ഞാനൊരു 3-4 ഷർട്ട് എടുത്തിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ആലോചിച്ചത്, യൂസ് മൊത്തവും വെള്ളയാണല്ലോ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ. അതുപോലെ ഈ ട്രിപ്പിൽ കാണാം മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. മൊത്തം അത് പൊത്തി പിടിച്ചിട്ട് വെള്ളം ഉണ്ടല്ലേ കോട്ട് സെറ്റൊക്കെ. ഓക്കെ ഫൈൻ. ഇട്ടുള്ളൂ. അതിൽ ഗോൾഡൻ എംബ്രോയിഡറി വർക്കുണ്ട്. വാങ്ങിച്ച കൂട്ടു. ലക്ഷദ്വീപ് വെച്ച് എനിക്കിത് ഒടിയോടി. ഇവിടെ അച്ചാറ് കൊണ്ടുവന്നപ്പം ലക്ഷദ്വീപിന്റെ എയർപോർട്ടിനകത്ത് മൃദുല ഇങ്ങനെ ഇരുന്ന് ഇതുപോലെ സെക്യൂരിറ്റി എല്ലാരും നോക്കും. നീ പെൺകൊച്ചിന് എന്തോ ഈ കാണിക്കുന്നത്? മാറാ എടാ, നിന്നെ വെച്ച് അടങ്ങി ഞാൻ. മാറ്. അവനോട് കുറച്ചുകൂടെ അടയും. അവനെ കയറ്റി നമ്മൾ മിടുക്കൻ. ഓ അങ്ങനെ ഒരു പെട്ടി അമ്പു ഉരുട്ടിക്കോ. അമ്പുവാണെന്ന് എയർപോർട്ടിൽ ഉരുട്ടുന്ന. ഗുഡ് ബൈ, ഗുഡ് ബൈ. ഇനി എനിക്ക് ഏട്ടൻ്റെ പാക്ക് ചെയ്യണം. കുറച്ച് മെഡിസിൻസ്, പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ്. ഇതിനകത്ത് സ്പ്രേ നമുക്ക് ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്തായി? നമ്മൾ പോയി. എനിക്ക് ഡ്രസ്സ് എടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണുണ്ടായിരുന്നു. പിന്നെ എന്തിനൊക്കെ പുറത്ത് പോയി. ഇല്ലെങ്കിൽ കുറേ വട്ടം ഒന്ന് പുറത്ത് പോയിട്ടോ. എന്തോ സമയം ഉണ്ടെങ്കിലും അങ്ങ് ധൃതി തന്നെ. ഇനിയിപ്പോ സമയമില്ല. ഇപ്പൊ സമയം 7 മണിയായി. നമുക്ക് 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 8 അല്ലെങ്കിൽ 9 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. അമ്പുവേ പാക്ക് ചെയ്താ? തീർന്നാ? കംപ്ലീറ്റ് ടിഷ്യൂ. എന്തുവാടി?
അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സോ എക്സൈറ്റഡ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങും. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രിപ്പ് തുടങ്ങിയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊക്കെ തുടങ്ങിയാലോ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സ്ഥലം എവിടെ പോകുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ ഗസ് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. എത്ര പേര് ഗസ് കറക്റ്റ് ആവും നോക്കാം. ഇല്ലേ കഴിഞ്ഞോട്ടും കഴിഞ്ഞോട്ടും ലക്ഷദ്വീപ് എന്ന് എല്ലാവരും മാൽദീവ്സ്, നമ്മൾ എല്ലാവരും മാൽദീവ്സ് ആണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സോ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ഏത് ഡെസ്റ്റിനേഷനിലാണെന്ന് താഴെ കമന്റ് ചെയ്യുക. സോ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി കാണുന്നവരെ ബൈ. ഒളിക്കുന്ന